നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസംബർ മാസത്തിലെ പെൻഷനായ 2000 രൂപ എന്നാണ് ലഭിക്കുക? ഇലക്ഷന് മുമ്പ് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന പെൻഷൻ എന്താണ് സംഭവിച്ചത്? ഇനി എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമന്റ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ മാസം മുതലാണ് നമുക്ക് പെൻഷൻ പണം കൂടിയിട്ട് ഇപ്പോൾ 2000 രൂപ ലഭിക്കുന്നത്. എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ദിവസങ്ങളിലാണ് പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഡിസംബർ മാസത്തിലെ പെൻഷൻ, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിലെ പെൻഷൻ 15-ാം തീയതിക്കകം തന്നെ നൽകുമെന്നാണ് സർക്കാർ ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പോളോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഒരു തുടക്കമോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. നമുക്കറിയാം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെല്ലാം നല്ല തിരക്കിലാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും പെൻഷൻ്റെ ഔദ്യോഗികമായുള്ള തുടക്കങ്ങളൊന്നും തുടങ്ങാത്തത് കൊണ്ട് തന്നെ പെൻഷൻ ഇനി എന്നാണ് ലഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ സാധാരണഗതി ലഭിക്കുന്നത് പോലെ തന്നെ 28-ാം തീയതി 29-ാം തീയതി ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഡിസംബർ മാസത്തിൽ ക്രിസ്മസും അതുപോലെ തന്നെ ഇലക്ഷനും എല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ നേരത്തെ ലഭിക്കുമെന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. നമുക്കറിയാം, ഇന്നലെ 1-ാം ഘട്ട ഇലക്ഷൻ പൂർത്തിയായി. 7 ജില്ലകളിലാണ് ഇന്നലെ ഇലക്ഷൻ നടന്നത്. ബാക്കി മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലായിരിക്കും നാളെ ഇലക്ഷൻ നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇലക്ഷന് സമയമുണ്ടെങ്കിലും നേരത്തെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും വോട്ടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പഞ്ചായത്ത് ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ ആളുകൾക്കും അതാത് വോട്ടർ പട്ടികയിൽ ബൂത്തിൽ നിന്ന് വോട്ടുകൾ ചെയ്യാൻ സാധിക്കും. നിർബന്ധമായിട്ടും നമ്മുടെ ആളുകളെല്ലാം വോട്ടുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച SLC ബുക്ക്, പാൻ കാർഡ്, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പാസ്ബുക്ക് എന്നിങ്ങനെ ഏതെങ്കിലും ഒരു രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ലത് നമ്മുടെ വോട്ടർ ID കാർഡ് കൈവശം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആധാർ കാർഡ് പോലത്തെ ഏതെങ്കിലും നല്ല രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് പാർട്ടിക്കാർ തരുന്ന ബൂത്ത് സ്ലിപ്പുകൾ ശ്രദ്ധിക്കുക. അത് പാർട്ടിയുടെ ചിഹ്നമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ബൂത്തിലേക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ബൂത്ത് സ്ലിപ്പുകളെല്ലാം അവർ തന്നെന്ന് ഉറപ്പുവരുത്തുക. വെള്ള കളറുള്ള സ്ലിപ്പുകൾ മാത്രമായിരിക്കും ബൂത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ടീഷർട്ടുകൾ, അവരുടെ ചിഹ്നം വ്യക്തമാക്കുന്ന കണ്ണട, തൊപ്പി പോലെ കാര്യങ്ങളിലൊന്നും അത് ബൂത്തിലേക്ക് കടത്താൻ ശ്രദ്ധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ പെൻഷൻ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, മറ്റ് പെൻഷനുകളെല്ലാം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്മാർട്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ വെള്ള, നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പാണ് മറ്റൊരു കാര്യം. അനർഹമായിട്ടാണ് നിങ്ങൾ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് പെൻഷനും. നമ്മൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നതെങ്കിൽ നമ്മൾ ആ പെൻഷൻ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാനും അവസരമുണ്ട്. ഓൺലൈൻ വഴി തന്നെയാണ് അവരും അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക്